കമ്മ്യൂണിക്കേഷൻ ഇസ് കീ എന്ന് പറയാൻ ഭയങ്കര ഈസി അല്ലേ? ദിസ് സീരീസ് ഇസ് ഫോർ വിമൻ ഇൻ ദർ 20s. വെൽക്കം ടു ദ ലൈഫ് ഓഫ് എ 25-year-old entrepreneur. എനിക്കൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇൻകൺവീനിയൻസോ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമോ വന്നാൽ എനിക്കത് അപ്പം സംസാരിച്ച് തീർക്കണം, എന്നാലാണ് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾ ഒരു അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ദിൽ നീഡ് സം ടൈം ടു ഗ്യാദർ ദെയർ തോട്ട്സ്, അല്ലെങ്കിൽ കാം ഡൗൺ, പ്രോസസ്, എന്നിട്ടായിരിക്കും അവർക്ക് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യാൻ പറ്റുമെന്നറിയോ? രണ്ടുപേരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് അപ്പം തന്നെ സംസാരിച്ച് തീർക്കണം, എന്നാലേ സമാധാനമാവുള്ളൂ എന്നുള്ളത് ഈ അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾ മനസ്സിലാക്കണം. അറ്റ് ദ സെയിം ടൈം അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം വേണം ഇത് മനസ്സിലാക്കിയെടുക്കാൻ എന്നുള്ളത് ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഫൈനലി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവോയ്ഡൻ്റ് ആയിട്ടുള്ള ആൾക്ക് കുറച്ച് സമയം കൊടുക്കുക ഇത് പ്രോസസ്സ് ചെയ്യാനായിട്ട്. പക്ഷേ ടു മേക്ക് ഇറ്റ് ഫേവറബിൾ ഫോർ ദി ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ ഫൈനലൈസ് എ ടൈം, ലൈക്ക് ലെറ്റ്സ് സർക്കിൾ ബാക്ക് ഇൻ 20 minutes or 30 minutes or 1 hour, അങ്ങനെ എന്തെങ്കിലും ഒരു ഡെഫിനറ്റ് ടൈം പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ വിൽ നോട്ട് ഓവർ തിങ്ക്, പാനിക് അറ്റാക്സും കാര്യങ്ങളൊന്നും വരാതെ ഒന്ന് കാം ഡൗൺ ആവാനായിട്ട് ഇവിടെയും കുറച്ച് സമയം കിട്ടും. But then at the same time, ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ should keep the word, and ഈ 1 hour they should calm down and come back and communicate.